ADGP അൻവർ വിഷയത്തിൽ നിന്ന് CPM PV അൻവർ പോര് ആരംഭിക്കുകയാണ്. എന്തുതന്നെയാലും വളരെ രൂക്ഷമായ വിമർശനമാണ് PV അൻവർ അല്പസമയം മുൻപ് ഉന്നയിച്ചത്. എന്തുതന്നെയാലും പാർട്ടിക്കെതിരെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായൊരു അന്വേഷണം പാർട്ടി നടത്തിയിരുന്നെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമാണ് PV അൻവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ നിരവധി വിമർശനങ്ങളാണ് പാർട്ടിക്കെതിരെ അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. ശിവദാസ് കന്മനം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ശിവദാസ്, വളരെ രൂക്ഷമായി ഒരു വിമർശനം തന്നെയാണ് PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇതിനു മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ PV അൻവറിനെ തള്ളി പറഞ്ഞിരുന്നു. PV അൻവറുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു എന്നതടക്കമുള്ള പരാമർശം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് PV അൻവർ മാധ്യമങ്ങളെ കണ്ടതും തൻ്റെതായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതും ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയപരമായുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത്? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ഈ രാഷ്ട്രീയ വിവാദം കൊടുമ്പിരി കൊണ്ട് തന്നെ ചർച്ച ചെയ്യും. കാരണം നേരത്തെ അല്പസമയം മുൻപ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അൻവറിന്റെ വാദങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയും അൻവറുമായി ഇനി ഒരു ബന്ധവുമില്ല എന്ന് കൃത്യമായി തന്നെ അടിവരയിട്ട് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് PV അൻവർ മറുപടിയുമായി രംഗത്ത് വന്നത്. അതായത് താൻ പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, താൻ ഉന്നയിച്ച നിരവധി പ്രശ്നങ്ങളുണ്ട്, അത് സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ്, സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ പാർട്ടി, താൻ ഈ പാർട്ടിയെ കുറിച്ച് പഠിച്ചിട്ടില്ല, മാനിഫെസ്റ്റോ വായിച്ചിട്ടില്ല, നിരവധി പാർട്ടി പ്രവർത്തകർ അങ്ങനെ തന്നെ ആണ് ഉള്ളത്. ഈ പാർട്ടിയായി വിശ്വസിച്ച് സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എന്ന പാർട്ടിയാണ് എന്ന് വിശ്വസിച്ചാണ് ഇതിലെ നിരവധി പ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് താനും ഈ പാർട്ടിയോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ പാർട്ടിയുമായി ഒരു ബന്ധമില്ല എന്ന് പാർട്ടി തന്നെ പറയുന്നപ്പോൾ ഇനി താൻ സ്വതന്ത്രനായി. ഇതുവരെ പല വിഷയങ്ങളിലും തനിക്ക് പ്രതികരിക്കാനുള്ള ഒരു പരിമിതി ഉണ്ടായിരുന്നു. കാരണം പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് ഇടത് സ്വതന്ത്രൻ എന്ന നിലയിൽ പാർട്ടി ഒരു ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ എനിക്ക് പല വിഷയങ്ങളിലും ഇടപെടാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇനി അത്തരം ചട്ടക്കൂടുകളും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ താൻ ഇനി തീപ്പന്തമാകും എന്ന് അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. കാരണം സംസ്ഥാനത്തെ പോലീസിംഗ് വളരെ മോശമായ ഒരു അവസ്ഥയിലാണ്. പോലീസ് പൂർണ്ണമായും പരാജയപ്പെടുന്നു. സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിൽ ഇപ്പോഴും ഒരു മാറ്റവുമില്ല. പ്രത്യേകിച്ച് ഇടത് പക്ഷം ഭരിക്കുന്ന സർക്കാരാണെങ്കിൽ പോലും അത്തരത്തിൽ സാധാരണക്കാരെ പൂർണ്ണമായും കൈയൊഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിൽ മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികൾ താൻ നൽകിയത്. ഭരണകൂടവുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം തന്നെ അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു ഉന്നയിച്ചത്. പക്ഷെ പാർട്ടിക്ക് ആദ്യം പരാതി നൽകിയപ്പോൾ പോലും ആ പാർട്ടി അത്തരം പരാതികളിലായിരുന്നില്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നെ ഒഴിവാക്കുക എന്ന തരത്തിലേക്ക് പാർട്ടി തരം താഴ്ന്നു. എന്തായാലും താൻ ഇപ്പോൾ പൂർണ്ണമായും സ്വതന്ത്രനായിരിക്കുന്നു. ഇനി എത്രത്തോളം ആളുകൾ തന്നോടൊപ്പം ഉണ്ട് എന്ന കാര്യം ഞാൻ പരിശോധിക്കും. വേണമെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി വരെ രൂപീകരിക്കുന്നത് ഇക്കാര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അത് ആലോചനയിലുണ്ട്. അതിനുവേണ്ടി മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തും, അല്ലെങ്കിൽ പൊതുയോഗം വിളിക്കും. അതിനുശേഷം എത്രത്തോളം ആളുകൾ തന്നോടൊപ്പം ഉണ്ട് എന്നത് മനസ്സിലാക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ. അത് തന്നെയാണ് CPM തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചാണ് PV അൻവർ രംഗത്തെത്തുന്നത്. എന്തുതന്നെയാലും തന്റെ നിലപാടിൽ മാറ്റമില്ല, തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശിവദാസ് കന്മനമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.